ഹായ്, എല്ലാവർക്കും ഭാഗ്യലക്ഷ്മിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. മുകളിലേക്ക് വന്ന വക്കീൽ ഗുഡ് മോർണിംഗ് പറയുകയാണ് സദാനന്ദന്. സദാനന്ദൻ ചോദിക്കുകയാണ്, ഡോ തന്റെ ഭാര്യ വരുമോ? അറിയില്ല. ഇവിടെ അമ്മയും മക്കളും കോടതി കൂടുന്നതിന് മുൻപ് വീട് കോടതിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എനിക്ക് അനുകൂലമായിട്ട് വാദിക്കാൻ ആരുമില്ല. സദാനന്ദൻ ചോദിക്കുകയാണ്, സ്വന്തം ഭർത്താവിനെ തോൽപ്പിക്കണമെന്ന് അവർ ആഗ്രഹിക്കുമോ? തിരിച്ചുകൊണ്ട് വിജയകുമാർ പറയുകയാണ്, അവൾ അതെ ആഗ്രഹിക്കൂ. അവിടെയും എന്റെ തോൽവിയാണ് അവളുടെ വിജയം. കേട്ട് ചിരിച്ചുകൊണ്ട് കാർത്തി ചോദിക്കുകയാണ്, വക്കീൽ സാറേ, ഇവിടെ അറ്റകുറ്റപ്രയോഗം വേണ്ടിവരുമോ? ഇന്ന് വില്ലേജ് ഓഫീസർ വന്ന് സാക്ഷിക്കൂട്ടിൽ കയറിയാൽ അവർക്കുണ്ടാകുന്ന നഷ്ടം അവർ ചിന്തിക്കുന്നതിനും അപ്പുറത്തായിരിക്കും. സദാനന്ദൻ കൂട്ടിച്ചേർക്കുകയാണ്, കൂടെ തനിക്കും ഉണ്ടാകും നഷ്ടം. എനിക്കുണ്ടാകുന്ന ഏത് നഷ്ടവും ഞാൻ സഹിച്ചോളാം. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഇത് നമുക്ക് അനുകൂലമായിട്ട് വരണം. കാർത്തിയും കൂട്ടരും രക്ഷപ്പെടണം. എനിക്ക് അത്രയുള്ളൂ എന്ന് വിജയകുമാർ പറയുമ്പോൾ സദാനന്ദൻ പറയുകയാണ്, എന്റെ ഭാര്യ സാക്ഷിക്കൂട്ടി കയറിയാൽ ഈ കേസ് തോക്കുമെന്ന് ഞാൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. അപ്പോ പിന്നെ അവര് വന്നാൽ പിന്നെ വിധി കേൾക്കാൻ നിൽക്കേണ്ട കാര്യം ഉണ്ടോ? ഭാഗ്യത്തെ ഇവിടെ വരുത്തരുതെന്ന് ഞാൻ തന്നോട് പറഞ്ഞിരുന്നു. അതിനു വേണ്ട മുൻകരുതലുകൾ താൻ എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു. അത് വിശ്വസിച്ചാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ എനിക്ക് ഉറപ്പൊന്നുമില്ല അവള് വരാതിരിക്കുമെന്ന്. ആ രീതിയിലാണ് അവളുടെ സംസാരമൊക്കെ. എടോ വക്കീലെ, തന്റെ ഭാര്യയ്ക്ക് ഈ അടുത്ത കാലത്തായി എന്തോ ഒരു മാറ്റമുള്ളതുപോലെ തനിക്ക് തോന്നിയിട്ടില്ലേ? അതെ, അവൾ എന്തിനെയോ ഭയക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ്, അങ്ങനെ ഒരു ഭയം അവരുടെ ഉള്ളിൽ കയറിയെങ്കിൽ പിന്നെ പേടിക്കാനൊന്നുമില്ല, നമ്മൾ രക്ഷപ്പെടും. എന്നാ വാ എന്നും പറഞ്ഞ് കോടതി വരാന്തയിലൂടെ അകത്തേക്ക് നടക്കുകയാണ് വിജയകുമാർ. അന്നേരം ജഗനെ കാണുകയാണ് കാർത്തികേയൻ. കാർത്തി ചോദിക്കുകയാണ്, ഇത് അവനല്ലേ? എന്താടാഞ്ഞു തിരിഞ്ഞു നിൽക്കുന്ന സദാനന്ദനോട് കാർത്തി പറയുകയാണ്, ഇവനാണച്ച അന്ന് ഞങ്ങളെ വഴിയിലിട്ട് തല്ലിയത്. സാർ, ഒരു മിനിറ്റ് എന്ന് പോലീസുകാരോട് പറഞ്ഞിട്ട് കാർത്തിയുടെ അടുത്തേക്ക് വരികയാണ് ജഗൻ. കാർത്തിയുടെ അടുത്ത് വന്ന് ജഗൻ ചോദിക്കുകയാണ്, എന്താടാ ഇവിടെ? ഇപ്പോൾ പാവപ്പെട്ട പെൺകുട്ടികളൊക്കെ വഴി നടക്കാൻ സമ്മതിക്കുന്നുണ്ടോടാ? ഇത് കേട്ട് സദാനന്ദൻ ചോദിക്കുകയാണ്, അത് ചോദിക്കാൻ നീ ആരാ? ഇവിടെ സംസാരമൊക്കെ കേട്ട് വിജയകുമാർ സദാനന്ദനോട് ചോദിക്കുകയാണ്, എടോ തനിക്ക് എന്തിന്റെ കേടാണ്? അപ്പനാണോ ഇവന്റെ എന്ന് ജഗൻ ചോദിക്കുമ്പോൾ സദാനന്ദൻ പറയുകയാണ്, ആണെങ്കിൽ പറയുകയാണ്, അപ്പന് മുൻപേ ഉണ്ടായ മകനാണ് ഇവൻ. അതുകൊണ്ട് തോന്നിവാസത്തിന് കൈയും കാലും വെച്ച് നടക്കുകയാണ്. അന്ന് കൊടുത്തതൊരു സാമ്പിൾ വെടിക്കെട്ടായിരുന്നു. ഇനി ഒരു പക്ഷെ അതല്ലായിരിക്കും. ഇനി ഏതെങ്കിലും പെൺകുട്ടിയുടെ കയ്യിൽ കടന്നു പിടിച്ചാൽ ആ കൈ ഞാൻ വെട്ടിയെടുക്കില്ല. ആ കൈ ഞാൻ തോളല് വെച്ച് വളച്ചങ്ങൊടിക്കും. പിന്നെ ഈ സ്റ്റോക്ക് വന്ന് കിടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അവരെ പോലെ ആയിരിക്കും മോന്റെ നടപ്പ്. നേരം പിന്നിൽ നിന്ന പോലീസുകാരൻ ജഗനോട് പറയുകയാണ്, കഴിഞ്ഞെങ്കിൽ വരൂ, പോകാം. വരുന്നു സാറേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ജഗൻ പറയുകയാണ്, എന്തുവാടാ കേസ്? പെണ്ണ് കേസായിരിക്കും അല്ലേ? പെട്ടെന്ന് ജയിലിലേക്ക് പോര്. അത്രയും പറഞ്ഞ് തിരിഞ്ഞു നടക്കുകയാണ് ജഗൻ. ഒരക്ഷരം മിണ്ടാതെ നിൽക്കുകയാണ് കാർത്തി. സദാനന്ദൻ പറയുകയാണ്, വിലങ്ങുമായിട്ടാണ് പോകുന്നത്. പിന്നെ വന്ന് പുണ്യാളനായിട്ടാണല്ലോ സംസാരിച്ചത്. എടോ വക്കീലെ, എന്റെ മോനെ തല്ലിയവനാണ് അവൻ. വക്കീല് പറയുകയാണ്, എടോ തനിക്ക് ആളെ മനസ്സിലായില്ലേ? ബുള്ളറ്റ് ജഗൻ ഒറ്റയാനെ പോലെയാണ്. പുലി ആക്രമിക്കാൻ വന്നാൽ ആയുധമില്ലാതെ വേണമെങ്കിൽ അതിനെ നേരിടാം. അങ്ങനെയുള്ള കൂട്ടത്തിലാണ് അവൻ. കുറെ നാളുകൾക്ക് ശേഷമാണ് പുറത്തിറങ്ങിയത്. ഇപ്പോ വീണ്ടും അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാർത്തിയോട് പറയുകയാണ്, എടാ, അതുകൊണ്ട് എന്തിനും പോന്ന അവനോടൊന്നും ഇടയാൻ നിൽക്കേണ്ട. മരണഭയം ഇല്ലാത്തവനാണ്. അവനെയൊക്കെ ബോംബെറിഞ്ഞ് കൊല്ലാൻ പറ്റൂ. നേരിട്ട് ചെന്നാൽ നിന്റെ കയ്യിലിരിക്കുന്ന ആയുധം പിടിച്ചു വാങ്ങി നിന്റെ നെഞ്ചത്തോട്ട് തന്നെ കയറ്റും. മനസ്സിലായോ? വാ എന്ന് പറയുകയാണ് വക്കീൽ. പിന്നീട് കാണിക്കുന്നത് കോടതി മുറിയാണ്. സുബ്രഹ്മണ്യനെ വിസ്തരിക്കുകയാണ് വക്കീൽ. ചെയ്തപ്പെട്ട ഷീബയെ ശ്രീകുമാറിന് നേരത്തെ അറിയാമായിരുന്നോ? ഇല്ലായിരുന്നു. പക്ഷെ ഷീബയെ കൊല ചെയ്യുന്നത് അവൻ കണ്ടു. അതുകൊണ്ടാണ് അവർക്ക് എന്റെ മകൻ നോട്ടപ്പുള്ളിയായത്. ഷീബയെ അവർ കൊല്ലുന്നത് ശ്രീകുമാർ എപ്പോഴാണ് കണ്ടത്? സുബ്രഹ്മണ്യൻ പറയുകയാണ്, എന്റെ മകൻ ഒരു സാമൂഹ്യ പ്രവർത്തകനും എല്ലാവർക്കും ഉപകാരം ചെയ്ത് ജീവിക്കുന്ന കൂട്ടത്തിലും ആയിരുന്നു. എന്നും അതിരാവിലെ അവൻ പത്രമിടാൻ പോകും. അങ്ങനെ പോകുന്ന വഴിക്കാണ് ആ ആര്യംകൊലയ്ക്ക് സാക്ഷിയായത്. വക്കീല് പറയുകയാണ്, നിങ്ങളുടെ മകൻ സാമൂഹ്യ പ്രവർത്തകനായതുകൊണ്ട് അയാൾ കണ്ട കാര്യങ്ങൾ ഉറപ്പായിട്ടും ജനങ്ങളെ അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും അല്ലേ? ജനങ്ങളെ മാത്രമല്ല, എല്ലാ മാധ്യമങ്ങളെയും അറിയിച്ചു. പിന്നീട് കോടതിയിൽ കേസ് നടക്കുമ്പോൾ എന്റെ മകൻ സാക്ഷി പറയുമെന്ന് ഇവർക്കറിയാമായിരുന്നു. അതിനു മുൻപേ എന്റെ മകനെ അവർ വെട്ടി അരിഞ്ഞു കളഞ്ഞു എന്ന സങ്കടത്തോടെ പറയുകയാണ് സുബ്രഹ്മണ്യൻ. അതിനു മുമ്പ് എതിർ കക്ഷികൾ നിങ്ങളെയും നിങ്ങളെ മകനെയും വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ട്. നേരിട്ടും ഫോൺ വിളിച്ചും കൊല്ലുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. എന്നോടും എന്റെ കുഞ്ഞിന്റെ അമ്മയോടും. അവന്റെ ചിതയ്ക്ക് തീ കൊളുത്തുന്നത് വരെ കാണേണ്ടി വരുമെന്ന് പറഞ്ഞു. പിന്നീട് മോൻ പുറത്തുപോയി തിരിച്ചു വരുന്നത് വരെ ഉള്ളിൽ തീയുമായിട്ടാണ് സാറേ ഞങ്ങൾ കാത്തിരുന്നിട്ടുള്ളത്. ഭാഗം വക്കീൽ ചോദിക്കുകയാണ്, അതിനുശേഷമാണോ ഒന്നാം കക്ഷിയുടെ അച്ഛൻ നിങ്ങളുടെ ഭൂമിയിൽ കയ്യേറി കള്ളുഷാപ്പ് കെട്ടിയത്?
അതെ, സത്യസന്ധയായ ഒരു വില്ലേജ് ഓഫീസർ ആ ശ്രമം തടഞ്ഞു. അതിന്റെ വൈരാഗ്യവും ഒന്നാം പ്രതിക്കും അച്ഛനും നിങ്ങളോടും നിങ്ങളുടെ മകനോടും ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. കള്ളുഷാപ്പ് വിളിച്ച രാത്രിയിലാണ് സാറേ ഇവരെല്ലാവരും ചേർന്ന് എന്റെ മകനെ കൊന്നത്. സുബ്രഹ്മണ്യന്റെ വക്കീൽ പറയുകയാണ്, യുവർ ഓണർ, അമ്പലത്തിൽ പൂജ ചെയ്ത് ജീവിക്കുന്ന ഒരച്ഛൻ, ഭഗവാനെ അണിയിക്കാൻ മാലകൾ കെട്ടുന്ന ഒരമ്മ, ശരിക്കും പറഞ്ഞാൽ അമ്പലവും വീടുമായി കഴിയുന്ന സാധുക്കളായ ഒരച്ഛന്റെയും അമ്മയുടെയും സത്യസന്ധനായ ഒരു മകനെയാണ് സമാനതകളില്ലാത്ത വൈരാഗ്യത്തോടുകൂടി വെട്ടി കൊലപ്പെടുത്തിയത്. പൈശാചികമായി കൊലപാതകം നടത്തിയിരിക്കുന്ന ഈ പ്രതികൾക്ക് അവർ അർഹിക്കുന്ന ശിക്ഷ തന്നെ കൊടുത്ത് ഈ കോടതിയുടെ അന്തസ്സ് നിലനിർത്തണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദാറ്റ്സ് ആൾ യുവർ ഓണർ എന്നും പറഞ്ഞ് സുബ്രഹ്മണ്യന്റെ വക്കീൽ ഇരിക്കുകയാണ്. പിന്നീട് അഡ്വക്കേറ്റ് വിജയകുമാർ വിസ്തരിക്കുകയാണ് സുബ്രഹ്മണ്യനെ. എന്താ പേര്? സുബ്രഹ്മണ്യൻ. എത്ര കാലമായി ഭഗവാനെ സേവിച്ചു തുടങ്ങിയിട്ട്? ഓർമ്മയായ കാലം മുതൽ അതായിരുന്നു ജോലി. അപ്പന്മാരായിട്ട് പതിച്ചു തന്ന ജോലിയാണോ? 2014 ഏപ്രിൽ വിഷു ദിവസം അന്ന് മേലേക്കാട്ട ദേവീക്ഷേത്രത്തിൽ ഒരു മാല കളവ് പോയി. അതിനെപ്പറ്റി എന്തെങ്കിലും അറിയുമോ? ഒന്നും അറിയില്ലാന്ന് സുബ്രഹ്മണ്യം പറയുമ്പോൾ വിജയകുമാർ ചോദിക്കുകയാണ്, അതെങ്ങനെ പറയും? നിങ്ങളല്ലായിരുന്നു അന്ന് ആ ക്ഷേത്രത്തിലെ മേൽശാന്തി? അതേന്ന് പറയുകയാണ് സുബ്രഹ്മണ്യൻ. ദേവിയുടെ മാല കളവ് പോയി എന്ന് പറയുന്നത് ശരിയാണ് സാർ, പക്ഷേ അത് കണ്ടു കിട്ടിയിട്ടില്ല. പിന്നെന്താ സംഭവിച്ചത്? ഞാൻ ആ ക്ഷേത്രത്തിൽ നിന്നും മാറി എന്ന് സുബ്രഹ്മണ്യം പറയുമ്പോൾ വിജയകുമാർ ചോദിക്കുകയാണ്, മാറിയോ അതോ മാറ്റിയോ? യുവർ ഓണർ, ദേവസ്വം ബോർഡ് കുറെ നാളത്തേക്ക് ഇയാളെ സസ്പെൻഡ് ചെയ്തു. എന്നിട്ടും അന്ന് കളവ് പോയ ദേവിയുടെ മാലയെ കുറിച്ച് ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് ഊർജിതമായ അന്വേഷണമൊക്കെ നടത്തി. 4-5 തവണ ഇയാളെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു. എന്നിട്ടും തെളിവൊന്നും കിട്ടിയില്ല. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഇയാളിലുണ്ട്. നേരം സുബ്രഹ്മണ്യന്റെ വക്കീൽ എഴുന്നേറ്റ് പറയുകയാണ്, യുവർ ഓണർ, മേലേക്കാവ് ദേവീക്ഷേത്രത്തിലെ മാല കളവ് പോയി എന്നുള്ളത് സത്യമാണ്. സുബ്രഹ്മണ്യൻ സസ്പെൻഷനിലും ആയി. പക്ഷേ പോലീസിന് പോലും തെളിയിക്കാൻ കഴിയാത്ത ഒരു കേസിൽ എന്റെ കക്ഷി എങ്ങനെയാണ് പ്രതിയാകുന്നത്? അതിന്റെ പേരിൽ ഇദ്ദേഹം ശിക്ഷിക്കപ്പെട്ടോ? ജയിലിൽ കിടന്നോ? വിജയകുമാർ പറയുകയാണ്, അതെല്ലാം ശരിയാണ്. നിയമത്തിന്റെ മുൻപിൽ ഇദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷേ അന്ന് ആ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ, ഭക്തജനങ്ങൾ എല്ലാം പറയുന്നത് ഇദ്ദേഹം ആ ദേവിയുടെ മാല കൊണ്ടുപോയി എന്നാണ്. മൈലോട്ട്, അതിനൊരു കാരണമുണ്ട്. കുറെ നാൾ പണിയില്ലാതെ ഇരുന്നിട്ടും ഇയാൾ ഒരു കുറവുമില്ലാതെയാണ് ജീവിച്ചത്. അത് കേട്ട് സുബ്രഹ്മണ്യൻ പറയുകയാണ്, എനിക്ക് അത്യാവശ്യം കുടുംബസ്വത്തുണ്ടായിരുന്നു സാർ. വിജയകുമാർ കൂട്ടിച്ചേർക്കുകയാണ്, പിന്നെ മോഷണം മുതൽ വിറ്റ കാശും. സുബ്രഹ്മണ്യന്റെ വക്കീൽ പറയുകയാണ്, ഈ കേസുമായി ബന്ധമില്ലാത്ത എന്നോ നടന്ന ഒരു സംഭവമാണ് ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്. ദേഷ്യപ്പെട്ട വിജയകുമാർ പറയുകയാണ്, ഇത് മനഃപൂർവ്വം കോടതിയുടെ സമയം കളയാൻ വേണ്ടി വലിച്ചിഴച്ചതല്ല. ഇയാൾക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇയാളുടെ മകനും. ഇല്ല, ഞാനും എന്റെ മോനും ഇതുവരെ ദൈവനിന്ദ കാട്ടിയിട്ടില്ല. യുവർ ഓണർ, ഇയാള് പറയുന്നത് 100% തെറ്റാണെന്ന് തെളിയിക്കാൻ എനിക്കൊരു സാക്ഷിയെ കൂടി വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പ്രൊസീഡ് എന്ന് പറയുമ്പോൾ താങ്ക് യു യുവർ ഓണർ എന്ന് പറയുകയാണ് വിജയകുമാർ. പിന്നീട് സുരേഷ് കുമാർ എന്നൊരു സാക്ഷിയെ വിസ്തരിക്കുകയാണ്. എന്താ പേര്? സുരേഷ് കുമാർ. സുരേഷ് ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഉണ്ട്. എന്തിനാ കിടന്നതെന്ന് ചോദിക്കുകയാണ് വിജയകുമാർ. കഞ്ചാവ് കേസിൽ അകത്തായി. സുരേഷിന് ഈ കൊല ചെയ്യപ്പെട്ട ശ്രീകുമാറിനെ അറിയുമോ? അറിയാം സാർ, എന്റെ അടുത്ത സുഹൃത്താണ്. അടുത്ത സുഹൃത്തെന്ന് പറഞ്ഞാൽ? അന്നേരം സുരേഷ് കുമാർ പറയുകയാണ്, പലപ്പോഴും ഞങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ നെടുമങ്ങാട് ഭാഗത്തേക്ക് വിതരണം ചെയ്യുന്നത് ശ്രീകുമാറാണ്. എന്ന് വെച്ചാൽ കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ വിതരണം ചെയ്യുന്നത് ശ്രീകുമാർ ആയിരുന്നു അല്ലേ എന്ന് പറയുകയാണ് സുരേഷ് കുമാർ. യുവർ ഓണർ, അപ്പോൾ അതിരാവിലെ പത്രം മാത്രമല്ല കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ വിതരണം ചെയ്യുന്ന ഒരു പണി കൂടി ഈ പറയുന്ന ശ്രീകുമാറിന് ഉണ്ടായിരുന്നോ? വിജയകുമാർ ചോദിക്കുകയാണ്, ഈ പറഞ്ഞ മൊഴിയിൽ ശ്രീകുമാറിന്റെ മരണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട് സാർ, ശ്രീകുമാർ ഞങ്ങളിൽ ചിലരെ ഒറ്റി. അങ്ങനെയാണ് ഞങ്ങൾ അകത്തായത്. ആ സമയത്താണ് ശ്രീകുമാറിനോട് വൈരാഗ്യമുള്ള ആരൊക്കെയോ ചേർന്ന് അയാളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. സുരേഷ്, അത് ഈ നിൽക്കുന്ന ആരെങ്കിലും ആണോ എന്ന് കാർത്തിയും കൂട്ടരെയും ചൂണ്ടിക്കാട്ടി ചോദിക്കുകയാണ് വിജയകുമാർ. അറിയില്ല സാർ. വീണ്ടും വക്കീൽ ചോദിക്കുകയാണ്, ഈ നിൽക്കുന്നവരെ സുരേഷിന് അറിയാമോ? ഇല്ല സാർ, ഞാൻ എന്റെ ജീവിതത്തിൽ ഇവരെ ആദ്യമായിട്ടാണ് കാണുന്നത്. അന്നേരം ചിരിക്കുകയാണ് കാർത്തി. വിജയകുമാർ പറയുകയാണ്, യുവർ ഓണർ, ശരിക്കും ഈ പറയുന്ന ശ്രീകുമാർ ഒരു ഇടനിലക്കാരനായിരുന്നു. ആവശ്യക്കാർക്ക് ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്ന ഒരു ഇടനിലക്കാരൻ. സുബ്രഹ്മണ്യന്റെ വക്കീൽ എഴുന്നേറ്റ് പറയുകയാണ്, യുവർ ഓണർ, 100% സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട ഡിഫൻസ് വക്കീൽ തെളിവുകൾ നിരത്തി ഇവിടെ സമർപ്പിക്കാൻ ശ്രമിക്കുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിരുന്നു കൊല്ലപ്പെട്ട ശ്രീകുമാർ. അയാളത് പലപ്പോഴും അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുമുണ്ട്. വിജയകുമാർ പറയുകയാണ്, അറിയാം. അതുതന്നെയായിരുന്നു അയാളോട് പലർക്കുമുള്ള വിരോധം. ആ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഷീബ കൊലക്കേസിലെ പ്രതികൾ തന്നെയാണ് ശ്രീകുമാറിന്റെ കൊലപാതകികളും. വിജയകുമാർ പറയുകയാണ്, ഒരിക്കലുമല്ല യുവർ ഓണർ. നിരപരാധികളായ സമൂഹത്തിൽ നല്ല പേരുള്ള
എന്റെ കക്ഷികളെ മനഃപൂർവ്വം പ്രതികളാക്കി അവരുടെ ഭാവിയെയും മുന്നോട്ടുള്ള ജീവിതത്തെയും തടയാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ച ഒരു കേസാണിത്. ആയതിനാൽ സാക്ഷികളില്ലാത്ത ഈ കേസിൽ എന്റെ കക്ഷികളെ നിരുപാധികം വിട്ടയക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. സുബ്രഹ്മണ്യന്റെ വക്കീൽ സുബ്രഹ്മണ്യനോട് ചോദിക്കുകയാണ്, ഭാഗ്യലക്ഷ്മി വന്നില്ലല്ലോ. ചോദിക്കുകയാണ്, ഇനി ഏതെങ്കിലും വിറ്റ്നസിനെ വിസ്തരിക്കാനുണ്ടോ? ഭാഗ്യലക്ഷ്മിയെ ഹാജരുണ്ടോ എന്ന് വിളിക്കുകയാണ്. സുബ്രഹ്മണ്യന്റെ വക്കീൽ എഴുന്നേറ്റ് പറയുകയാണ്, മൈ ലോർഡ്, ഈ കേസിലെ മുഖ്യസാക്ഷിയാണ് വില്ലേജ് ഓഫീസറായ ഭാഗ്യലക്ഷ്മി. ജഡ്ജി ചോദിക്കുകയാണ്, ആയിക്കോട്ടെ, ഇന്ന് ഹാജരില്ലല്ലോ. അവർക്ക് പനിയും തളർച്ചയും ആയതുകൊണ്ടാണ് കോടതിയിൽ ഹാജരാവാതിരുന്നത്. അതിനാൽ ഈ കേസിന്റെ വാദം മറ്റൊരു ദിവസം കേൾക്കണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അഭ്യർത്ഥിക്കുന്നു. ജഡ്ജി പറയുകയാണ്, ഈ കേസ് വരുന്ന 28-ാം തീയതി വീണ്ടും കേൾക്കുന്നതാണ്. സുബ്രഹ്മണ്യനോട് വക്കീൽ പറയുകയാണ്, അവരിൽ നിന്നും ഞാനിത് പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഒരു നെറിയുള്ള സ്ത്രീയാണെന്നാണ് കരുതിയത്. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അവർ എത്തുമെന്ന് ഉറപ്പായിരുന്നു. സുബ്രഹ്മണ്യൻ പറയുകയാണ്, എനിക്കും ആ ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ എന്ന് പറഞ്ഞു നടക്കുകയാണ് സുബ്രഹ്മണ്യൻ. കോടതി വരാന്തയിലൂടെ നടക്കുന്ന വിജയകുമാർ സദാനന്ദനോട് പറയുകയാണ്, സത്യം പറഞ്ഞാൽ ഓരോ നിമിഷവും ഹാർട്ട് ബീറ്റ് കൂടുകയായിരുന്നു. കോടതിയിൽ പെർഫോം ചെയ്യുമ്പോഴും എന്റെ ചിന്ത മുഴുവൻ കോടതിയിൽ ഭാഗ്യം വരുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു. തിരിച്ചുകൊണ്ട് സദാനന്ദൻ പറയുകയാണ്, എനിക്കും എന്റെ മോനും അങ്ങനെ ഒരു ഭയം ഇല്ലായിരുന്നു, അല്ലേടാ? എനിക്ക് തന്റെ ഭാര്യയെ തടയാൻ പറ്റില്ല. പക്ഷെ എന്റെ മുന്നിൽ അതിന് വഴികൾ ഒരുപാടാണ്. വെറുതെയൊന്നുമല്ലല്ലോ വക്കീലെ ഞാൻ ഇത്രയും എത്തിയത്. എന്നെ ആരും വളർത്തിയതല്ലല്ലോടോ. സുബ്രഹ്മണ്യനെ കണ്ട് സദാനന്ദൻ പറയുകയാണ്, ആ ദാ വരുന്നു. സദാനന്ദൻ ചോദിക്കുകയാണ്, വന്നപ്പോൾ ഒറ്റയ്ക്ക് വരാതെ ഭാര്യയെ കൂടെ കൂട്ടാത്തത് എന്താ കിളവാ? നിരപരാധിയായ എന്റെ മോനെ ജയിൽ കിടത്തിയാൽ വാർദ്ധക്യം സമാധാനത്തോടെ തീരുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? സുബ്രഹ്മണ്യന്റെ വക്കീൽ പറയുകയാണ്, നിരപരാധിയായ തന്റെ മകൻ എന്ന് പറഞ്ഞത് തിരുത്തണം. കോടതിയിൽ സത്യങ്ങൾ വളച്ചൊടിച്ച് കേസ് അനുകൂലമാക്കിയാലും ഇയാൾ ചെയ്ത തെറ്റ് മായ്ക്കാൻ പറ്റില്ല. വിജയകുമാർ പറയുകയാണ്, രാജേന്ദ്രൻ വക്കീലെ, ഈ കേസ് ഏറ്റെടുക്കുന്നതിന് മുൻപേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഇതിൽ നിന്നും പിന്മാറണമെന്ന്. കാര്യം ഗവൺമെന്റ് വക്കീലൊക്കെ തന്നെ. പക്ഷേ വല്ല വയറുവേദനയോ വയറുകടിയെന്നൊക്കെ പറഞ്ഞ് തനിക്കിതിൽ നിന്നും ഒഴിവാകാമായിരുന്നു. സദാനന്ദൻ പറയുകയാണ്, വാക്കിന് ഉറപ്പില്ലാത്തവരുടെ വ്യവസ്ഥയും വാങ്ങിയിട്ട് കോടതിയിൽ വരരുത് വക്കീലെ. വില്ലേജ് ഓഫീസർ ഭാഗ്യലക്ഷ്മി ആയിരുന്നല്ലോ തന്റെ തുറുപ്പ് ചീട്ട്. എന്നിട്ട് അവരെവിടെ? സുബ്രഹ്മണ്യൻ പറയുകയാണ്, കോടതിവന്മാരെ വെറുതെ വിട്ടാലും ദൈവം വെറുതെ വിടില്ല. ചിരിക്കുന്ന സദാനന്ദനെയും കാർത്തിയെയും കണ്ട് ദേഷ്യപ്പെട്ട് സുബ്രഹ്മണ്യൻ പറയുകയാണ്, ചിരിക്കണ്ട. രണ്ടു നേരവും വീട്ടിലെ പൂജാമുറിയിലും അമ്പലത്തിലും പോയി സാഷ്ടാംഗം നമസ്കരിക്കുന്നവരാണ് ഞാനും എന്റെ മോന്റെ അമ്മയുമൊക്കെ. ഞങ്ങളുടെ കുഞ്ഞിനെ മണ്ണിട്ട് മൂടിയ ശേഷം ദൈവത്തിന് മുൻപിൽ പോയി നിന്ന് തലമുറയിട്ട് കരഞ്ഞതൊന്നും വെറുതെ ആവില്ലടോ. ഓ ആയിക്കോട്ടെ എന്നൊക്കെ പറയുകയാണ് സദാനന്ദൻ. സുബ്രഹ്മണ്യൻ പറയുകയാണ്, തന്നോടൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, എങ്കിലും പറയുകയാണ്, ദശരഥനേറ്റ ശാപത്തെക്കുറിച്ച് താൻ കേട്ടിട്ടുണ്ടോ? വലിയ രാജാവായിരുന്നു. എന്നിട്ടും അമ്പെയ്തു കൊന്ന ബാലന്റെ അച്ഛന്റെയും അമ്മയുടെയും ശാപത്തിന് മുൻപിൽ മക്കളെ കൊണ്ട് തന്നെ അനുഭവിച്ചു തീർത്തു ആ മഹാരഥൻ. വീണ്ടും ചിരിക്കുന്ന സദാനന്ദനെ നോക്കി സുബ്രഹ്മണ്യൻ പറയുകയാണ്, ഈ ചിരിയൊക്കെ മാഞ്ഞോളും. മകൻ തന്നെ അച്ഛന്റെ കാലനായി വരുമ്പോൾ ഞാൻ കെട്ടിപ്പൊക്കിയ കള്ളുഷാപ്പ് താൻ കത്തിച്ചു. എന്തിനും പോന്ന ഒരു വില്ലേജ് ഓഫീസറെ കൊണ്ട്. അതിനു മുമ്പ് അവൻ ഒരുപാട് ശല്യം ചെയ്തു. അതിനൊക്കെ ശേഷമാണ് പലതും നടന്നത്. അതിനെയും നടക്കും. അവിടെ പ്രായമൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഇപ്പോൾ താൻ പറഞ്ഞില്ലേ അമ്പലത്തിൽ തനിക്ക് കൂട്ടായി വരുന്ന തന്റെ ഭാര്യയെ പറ്റി? രണ്ടാളും അമ്പലത്തിലെ പടച്ചോറ് തിന്നിട്ട് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ചിത കൂട്ടി അതിനകത്ത് തന്നെ പണ്ടാരമടങ്ങണം. എനിക്കും എന്റെ മോനുമെതിരെ സമൂഹത്തെ ഉദ്ധരിക്കാൻ നടക്കുന്ന ചിലരുമായി ചേർന്ന് മുട്ടുകുത്തിക്കാൻ ശ്രമിച്ചാൽ ഈ പറഞ്ഞത് ഞാൻ ചെയ്യും. ഇത് അമ്പലനടയിൽ വെച്ചല്ല പറയുന്നത്, കോടതി മുറ്റത്ത് വെച്ചാണ്. സുബ്രഹ്മണ്യനെ വിളിക്കുകയാണ്, നിങ്ങൾ വാ, മനുഷ്യരോട് സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ. സദാനന്ദൻ പറയുകയാണ്, വക്കീലെ, എല്ലാവർക്കും കുടുംബമുണ്ട്. വക്കീലിനും എന്ന് പറയുമ്പോൾ രാജേന്ദ്രൻ വക്കീൽ പറയുകയാണ്, അതെ, എനിക്കൊരു ഭാര്യയും 2 മക്കളുമുണ്ട്, 2 ആൺമക്കൾ. അവരൊക്കെ എന്നെ പോലെ കറുത്ത കോട്ടിടാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരാള് LLB കഴിഞ്ഞിറങ്ങി. പിന്നെ എന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. മറ്റ് ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എഴുതി തയ്യാറാക്കി തന്റെ വീട്ടിൽ എത്തിച്ചു തരാം. അത്രയും പറഞ്ഞ് സുബ്രഹ്മണ്യനെയും കൂട്ടി പോവുകയാണ് വക്കീൽ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.